എപ്പോൾ എവിടെ പറയാൻ പറ്റില്ല, എവിടെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ മുസ്ലിയാർക്കും കഴിയില്ല, മുല്ലാക്കും കഴിയില്ല, ആർക്കും കഴിയൂല. മസാല ഇല്ല. മസാല ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാം, മരണത്തിന് മസാല ഉണ്ടാക്കാനും പറ്റില്ല. ചോദിക്കും മുസ്ലിംമാരോട് വല്ല മസാല ഉണ്ടോ ഉസ്താദ്? ബിരിയാണിക്ക് മട്ടൻ ബിരിയാണി, പോത്ത് ബിരിയാണി, കുട്ടൻ ബിരിയാണി, ഇതിനൊക്കെ മസാല ഉണ്ടാക്കാം, മരണത്തിന് മസാല ഉണ്ടാവില്ല. മരിക്കേണ്ട സമയത്ത് മരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കയറിന് ഒരു കാര്യമില്ല, മരിച്ചു പേടിക്കുന്ന മരിക്കും, അത് മരിക്കും. അങ്ങനെയാണ്, ഒരു പേടിയും പേടിക്കണ്ട, മരിക്കും. നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ്, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ്, ഇന്ന് വരെയുള്ള കേരള ചരിത്രം കണ്ടതിന്റെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂറാണ്. ഷീറ്റ് ഇങ്ങനെ എഴുതി, രോഗിയെ പരിശോധിക്കുമ്പോൾ ഷീറ്റ് ഇങ്ങനെ എഴുതി. അപ്പോൾ അങ്ങേ തലക്കൽ KP ഹസനാജി ഫോൺ ചെയ്തു മദ്രാസിൽ നിന്ന്, ഡോക്ടർ നിങ്ങൾ പുറപ്പെട്ടില്ലേ? പിറ്റേന്ന് രാവിലെ രണ്ടാൾക്കും ഡോക്ടർ അബ്ദുൽ ഗഫൂറിനും ADTയുടെ അക്കാലത്തെ സെക്രട്ടറി ആയിരുന്ന KP ഹസനാജിക്കും പിറ്റേന്ന് രാവിലെ മദ്രാസിൽ നിന്ന് വിശാൽ കൊട്ടാരത്തേക്ക് പോകണം. വൈകുന്നേരത്തെ മദ്രാസ് മെയിലിന് കേരളമുണ്ട്, അബ്ദുൽ ഗഫൂർ കേരളം, ഹസനാജിയാകട്ടെ മദ്രാസിൽ എത്തിയിട്ടുണ്ട്. ഇനി മദ്രാസിൽ എത്തിച്ചേരണം അബ്ദുൽ ഗഫൂർ, എന്നിട്ട് അവർ വിശാൽ കൊട്ടാരത്തിലേക്ക് പോകണം. ഇവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് രോഗിയുടെ ഷീട്ട് എഴുതിക്കൊണ്ടിരിക്കുവാണ് അബ്ദുൽ ഗഫൂർ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു, ഞാനിപ്പോൾ പോകും, കുറച്ച് രോഗികളേ ഉള്ളൂ, അത് പരിശോധിച്ചാൽ ഞാൻ എത്രയും പെട്ടെന്ന് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്നെ മദ്രാസ് മേൽ കയറ്റിത്തരും, ഞാൻ മദ്രാസ് മേൽ കയറി വരും, ഞാൻ കൃത്യമായി രാവിലെ എത്തും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ റിസീവർ ഇങ്ങനെ തന്നെ വെച്ച് ആ ഷീറ്റ് ഇങ്ങനെ എഴുതി, പക്ഷെ പൂർത്തിയായില്ല. ആ ഷീറ്റിലേക്ക് വീണു, അങ്ങനെ വെച്ചു അബ്ദുൽ ഗഫൂർ. ആ ഷീറ്റ് പൂർത്തിയായില്ല, അങ്ങനെ അബ്ദുൽ ഗഫൂർ വെച്ചു ആ ഷീറ്റിലേക്ക് പോയി. കൊളസ്ട്രോൾ കൂടിയ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് ചില ആളുകൾ രാവിലെ നടക്കാൻ ഇറങ്ങി, അവരെ പ്രാന്തമായി കടിച്ചിട്ട് മരിച്ചു. കുറെ ആളുകൾ ഓട്ടോറിക്ഷ നോക്കി മരിച്ചു. ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു ആ സാധുക്കൊക്കെ ഉറക്കവും പോയി, മരിക്കുകയും ചെയ്തു. മര്യാദക്ക് സുബയൊക്കെ നിസ്കരിച്ച് റായത്തായി വന്ന ഒരു കിടത്തം കിടന്നെങ്കിൽ എന്താണ് കിടത്തത്തിന്റെ സുഖം? ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മനുഷ്യന്മാരെ മരണം എനിക്ക് തന്ന വിഷയം, ഈ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഇത് പേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന് ഒരു കുറ്റം ശരിയാൻ കഴിയില്ല. ഇത് മരിച്ചു എന്ന കാര്യം മരിക്കും. മരണം എന്ന് കേട്ടപ്പോഴത്തേന് അസ്രായിലിനെ ഓട്ടിക്കൊടുത്ത് സയ്യിദ്നാ മൂസ, അസ്രായിൽ വന്നു സംസ്ഥാനത്തിന്റെ അടുത്തേക്ക്. എന്തേന്ന് ചോദിച്ചു, മരിപ്പിക്കാൻ ഓട്ടി സയ്യിദ്നാ മൂസ. അസ്രായിലിന്റെ കണ്ണിന് പരിപ്പ്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ മുത്തുനബി പറഞ്ഞു, ഉറക്കം പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം ബുഖാരിയാണ് പഠിക്കുക, അതിനേക്കാൾ വലിയ കിതാബ് ദുനിയാവിൽ ആരെയില്ല. ബുഖാരിയിലുള്ള മരിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. സയ്യിദ്നാ മൂസ അസ്രായിൽ തിരിച്ചുപോയി, ഇയാൾക്ക് മരിക്കാൻ ഒരു പൂതിയില്ല പഠിച്ചോനെ, ഇയാളെയാണല്ലോ ഈ നബിയാന്ന് പറഞ്ഞ വെച്ചത്, ഇയാൾക്ക് മരിക്കാൻ ഒരു പൂതിയില്ല പഠിച്ചോനെ, വല്ലാത്ത കാര്യം തന്നെ ഇയാളുടെ കാര്യം എന്ന് പറഞ്ഞു സയ്യിദ്നാ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞ് തിരിച്ചു വരാൻ പറ്റില്ല, പിടിക്കേണ്ട സമയത്ത് പിടിക്കണം. മൂസാക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാണെങ്കിൽ ചെയ്തു കൊടുക്കാം. അസ്രായിൽ തിരിച്ചു വന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, എനിക്കൊന്നും ചെയ്തു തരില്ല, പിടിച്ചോളി, സമയത്ത് പിടിക്കൊന്നും എനിക്കറിയാം, അതിലൊന്നും എനിക്ക് വേദനയില്ല, എനിക്കൊന്നേ ഉള്ളൂ, എന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തെ മരിച്ച് കബറാക്കി തരാം. ഇപ്പോൾ ഞാൻ മൗണ്ടിനിൽ പോയിലാണ് സയ്യിദ്നാ മൂസ.
ഇവിടെ നിങ്ങൾ എന്നെ മരിപ്പിച്ച ഇവിടെ തന്നെ മറയും എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് മരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഓടിച്ചത്, അല്ലാതെ മരണ സമയത്താണ് നടക്കുമെന്ന് എനിക്കറിയും എന്ന് ചെയ്യുന്ന